അരക്കെട്ടിന് ലഹരി മൂത്ത ഇത്തരം ആഭാസന്മാരെ മാത്രമേ ഉള്ളോ ഇത്തരം ലഹരി വിരുദ്ധ സന്ദേശയാത്രയിൽ പ്രസംഗിക്കേണ്ടതിനായി അസംബ്ലീസ് ഓഫ് ഗോഡിൽ? അവിടെ ഒരു ദൈവദാസനും അവശേഷിച്ചിട്ടില്ലേ അസംബ്ലീസ് ഓഫ് ഗോഡിൽ? മിസ്റ്റർ സുനിൽ, 2025 മെയ് മാസം 21 അസംബ്ലീസ് ഓഫ് ഗോഡ് ഉദിമൂർ സഭയുടെ ആഭിമുഖ്യത്തിൽ ഒരു ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ അറിയുവാനിടയായി. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ മുഖ്യ പ്രസംഗം നടത്തുന്ന ആളിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ചില മാസങ്ങൾക്ക് മുമ്പ് i2i ന്യൂസിൽ ഈ വ്യക്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് സഭയിൽ നിന്ന് പുറത്താക്കിയതായി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ തന്നെ ഡിസ്ട്രിക്ട് സെക്രട്ടറി താങ്കളുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തിരുന്നല്ലോ. അതേ വ്യക്തി തന്നെയാണ് 21 നടക്കുവാൻ പോകുന്ന ഈ ലഹരി വിരുദ്ധ യാത്രയിൽ മുഖ്യ പ്രാസംഗികനായി ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. അരക്കെട്ടിന് ലഹരി മൂത്ത ഇത്തരം ആഭാസന്മാരെ മാത്രമേ ഉള്ളോ ഇത്തരം ലഹരി വിരുദ്ധ സന്ദേശയാത്രയിൽ പ്രസംഗിക്കേണ്ടതിനായി അസംബ്ലീസ് ഓഫ് ഗോഡിൽ? അവിടെ ഒരു ദൈവദാസനും അവശേഷിച്ചിട്ടില്ലേ അസംബ്ലീസ് ഓഫ് ഗോഡിൽ? അസംബ്ലീസ് ഓഫ് ഗോഡ് അഥവാ ദൈവത്തിൻ്റെ കൂട്ടായ്മ എന്നറിയപ്പെടുന്ന ഈ പ്രസ്ഥാനം ഇത്ര അധപ്പതിച്ചു പോയോ? 8 മാസങ്ങൾക്ക് മുമ്പ് സഭയിൽ നിന്ന് പുറത്താക്കിയതായി സഭയുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി തന്നെ താങ്കളുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ഡിസ്ട്രിക്ട് സെക്രട്ടറി തോമസ് ഫിലിപ്പാണ് ഇവനെ പുറത്താക്കിയായിട്ട് പറയുന്നത്. ആ വ്യക്തി എങ്ങനെ വീണ്ടും ഇങ്ങനെയുള്ള ഒരു സന്ദേശയാത്രയിൽ മുഖ്യ പ്രാസംഗികനാകും? ആദ്യമേ ഇത്തരക്കാരുടെ അരക്കെട്ടിൻ്റെ ലഹരി ഇല്ലാതാക്കുക, അതിൻ്റെ ശേഷം മാത്രം മതി ഇങ്ങനെയുള്ളതായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നത്. അല്ല എങ്കിൽ വരും നാളുകളിൽ ഈ പ്രസ്ഥാനം ദൈവത്തിൻ്റെ കൂട്ടായ്മ എന്നതിന് പകരം അരക്കെട്ടിൻ്റെ ലഹരി മൂത്തവരുടെ കൂട്ടായ്മ എന്നായിത്തീരും. അതിനാൽ വിശ്വാസികൾ ജാഗ്രതയും